നമ്മുടെ ഈ കോഴ്സിൻ്റെ പേര് DCPA എന്നുള്ളതാണ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടേഴ്സ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് എന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് പഠിച്ച് കയറാൻ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് ജോബിന് കയറാനുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു അക്കൗണ്ടൻ്റായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിൻ്റെ മേലോട്ട് മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണമെന്നില്ല. കാരണം അത്രയും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട സാധനമാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ഇതൊരു മാനുവൽ അക്കൗണ്ടിംഗ് ആണ്. അതായത് ബേസിക് ടു അഡ്വാൻസ് വരെ അതിൻ്റെ A to Z കാര്യങ്ങൾ മാനുവലായിട്ട് പക്ക പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തൊരു സ്റ്റുഡൻസും അക്കൗണ്ടൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മാനുവൽ അക്കൗണ്ടിംഗ് ബേസിക് ടു അഡ്വാൻസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അക്കൗണ്ട്സിൻ്റെ നെടുന്തൂണ് നമുക്കിത് പറയാം ടാലിയാണ്. ടാലി പ്രൈമാണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് വരുന്നത്. അതിൽ ബേസിക് ടു അഡ്വാൻസ് വരെ പക്ക പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എക്സലാണ്. വേൾഡ് വൈഡ് നമ്മൾ എവിടെ ചെന്നാലും എക്സൽ നമുക്ക് ആവശ്യമുണ്ടാവും. എക്സലിലെ അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ എക്സലിൻ്റെ ബേസിക് ടു അഡ്വാൻസ് വരെ ഫുൾ ഡീപ്പായിട്ട് നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും പ്രാക്ടിക്കലായിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് GST, VAT, TDS. ഇത് ടാക്സേഷൻ കേസാണ്. അതും അതുപോലെ തന്നെ അതിൻ്റെ A to Z കാര്യങ്ങൾ പക്ക ഡീപ്പായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഈ കാര്യങ്ങൾ തന്നെ ധാരാളം. അതിനൊരു ബിസിനസ് സ്ഥാപനത്തിലുള്ള അല്ലെങ്കിൽ ഫേമിലുള്ള എല്ലാ സാധനം നമ്മൾ ഇതിൽ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ക ഓൺലൈൻ ആയിട്ടാണ്. പ്ലസ് ലൈവ് ക്ലാസ് ആണ് ഇതിൻ്റെ ക്ലാസ് വരുന്നത്. മാത്രമല്ല നമുക്ക് അന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സും ഇതിന് കൂടെ അവൈലബിൾ ആവും. നമ്മൾ ലൈവ് ക്ലാസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേറ്റയുടെ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് അതുപോലെ തന്നെ അന്നത്തെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സും ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും. 2 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻസ് വരുന്നത്. മാത്രമല്ല നമ്മൾ ഇതിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ടാലി കമ്പനി ഡയറക്റ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ